കുടലിന് പിടിച്ച അച്ചാറിടാം. ഒരു അച്ചാറ് കൂട്ടണമെന്ന് വിചാരിച്ചാൽ ആ കൊതി തീരും മുമ്പ് തന്നെ ഇമാതിരി ടേസ്റ്റിലുള്ള അച്ചാറിടാം. മാങ്ങ ഇട്ട് അടുപ്പം കാണിക്കണ്ട, അടുപ്പിട്ട് മാങ്ങയും കാണിക്കണ്ട. 1 കിലോ മാങ്ങ തൊലി കളഞ്ഞ് കട്ടിയുള്ളതിനാൽ തൊലി കളഞ്ഞ് നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും, എരിവ് കുറഞ്ഞ മുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ ഒട്ടും എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ മിക്സാക്കി 10 മിനിറ്റ് നേരം വെച്ചേക്കാം. എൻ്റെ താമസം കൊണ്ട് ഞാനിട്ടതൊരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് മാങ്ങയിലുള്ള ഈർപ്പവും ഉപ്പിൻ്റെ ഈർപ്പവും ചേർന്ന് മാങ്ങ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ പാനിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം 2 വറ്റൽമുളകും 1 തുട വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ മൂക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പുറകേന്ന് 3 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി ആ ചൂടോടുകൂടി ആ തിളപ്പോടുകൂടി മാങ്ങയിലേക്ക് തട്ടി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അച്ചാർ റെഡി. ഈ ഇടക്കാലത്തൊന്നും ഇത്രയും ടേസ്റ്റിലുള്ള അച്ചാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു അച്ചാർ ഗഡ് ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.